ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവമക്കളെ, കഴിഞ്ഞ ദിവസം ഒരു കുടുംബം, അമ്മന് സാവിയോ അമേരിക്കയിൽ, അമ്മോനെ എനിക്കൊരു മെസ്സേജ് ഇട്ടത് ഇങ്ങനെ വെച്ചാൽ, ഓരോ ദിവസവും ഈ അഭിഷേക വചസ് കേട്ടുകൊണ്ട് ജീവിക്കുന്നു. മകള്, അവൻ്റെ ഭാര്യ തനിയ, അവള് പറയുക, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മുടങ്ങാതെ ചൊവ്വാഴ്ചത്തെ ശുശ്രൂഷകൾ അത് 3 മണിക്കൂർ കൊണ്ടേലും 4 മണിക്കൂർ കൊണ്ടേലും മുഴുവനും ഞാൻ പങ്കെടുക്കാറുണ്ട്. എനിക്കത് പങ്കെടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. നമ്മളെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ബലം പ്രാപിക്കുന്നവർക്ക്, ബൈബിള് സ്ഥിരം ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ യാമപ്രാർത്ഥന ചൊല്ലാതിരുന്നാൽ എൻ്റെ കൈക്കും കാലിനും ബലം കുറഞ്ഞു പോകുന്നല്ലോ തോന്നാറുണ്ട്. യാമപ്രാർത്ഥനകൾ ചൊല്ലിയില്ലെങ്കിൽ രാത്രിയിലാണെങ്കിലും 12 മണിക്കാണെങ്കിലും ഞാനത് ചൊല്ലി തീർത്തിട്ട് കിടക്കത്തുള്ളൂ. ചൊല്ലിയില്ലെങ്കിൽ വല്ലാത്തൊരു മനപ്രയാസമോ ഭാരപ്പെടല. ദൈവത്തിൻ്റെ രാവിലെ പള്ളി വരുന്ന മക്കളെ കണ്ടിട്ടുണ്ട്, സ്ഥിരം വരുന്നവർ. അവരിലൊരു 75% പേരും സ്ഥിരം പള്ളി വരുന്നവരാണ്. അവർക്ക് പള്ളി വരാതിരിക്കാൻ പറ്റത്തില്ല. കാരണം രാവിലെ സ്വീകരിക്കുന്ന ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന്, ആ കുർബാനയിൽ നിന്ന്, കേൾക്കുന്ന വചനത്തിൽ നിന്ന് ബലപ്പെടുന്ന മനുഷ്യർ. ഒരുപാട് ശ്രദ്ധിച്ച് കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു ഡോക്ടർ വരുന്ന, അദ്ദേഹം വായനകൾ എഴുതി വെച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ പോയി അല്ലെ ഓഫീസിൽ പോയിരിക്കുമ്പോൾ അവിടുന്ന് വചനം വായിക്കുന്ന ഒരു ഡോക്ടർക്ക് എനിക്ക് പരിചയമുണ്ട്. അതേപോലെ ദൈവത്തിൽ നിന്ന് മാത്രം ബലം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ആത്മീയ രഹസ്യം നമ്മൾ ഓർത്തോണം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, അല്ലെ പ്രാർത്ഥനയിൽ നിന്ന്, ശുശ്രൂഷകളിൽ നിന്ന് മാത്രമേ ബലം പ്രാപിക്കാം. കുർബാനയിൽ നിന്ന് കിട്ടുന്ന ബലം മറ്റൊന്നിൽ നിന്നും കിട്ടത്തില്ല. അത്രയ്ക്ക് അത്ഭുത ബലവും അത്ഭുത ശക്തിയുമാണ് ദിവ്യകാരുണ്യത്തിൽ നിന്ന്, കുർബാനയിൽ നമുക്ക് കിട്ടുന്നത്. ഇന്ന് തിരുവചനം ലൂക്കാസ് വിശേഷം 4-ാം അധ്യായം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. തൊട്ടു മുമ്പ് ഈശോയുടെ മാമോദിസ പറയുന്നു. 3-ാം അധ്യായത്തിൽ ഈശോയുടെ ജ്ഞാനസ്നാനം പറയുന്നുണ്ട്. അതിനുശേഷം ആ ജോർദാൻ നദിയിൽ അവൻ ഇറങ്ങി. അവിടെ വെച്ച് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു എന്നൊക്കെ പറയുന്ന വചനം. സ്വർഗം വിളിച്ചു പറഞ്ഞു, നീ എൻ്റെ പ്രിയപുത്രൻ. ഓരോ പ്രാർത്ഥനകളും ഒരു മാമോദിസാനുഭവം. വാസ്തവത്തിൽ നമ്മുടെ ഓരോ ശുശ്രൂഷ, ഇപ്പം ഈ വചനം കേൾക്കും, ഇതൊരു ജ്ഞാനസ്നാനാനുഭവമാണ്. സ്വർഗം നമ്മളോട് വിളിച്ചു പറയും, നീ എൻ്റെ പ്രിയപുത്രനാണെന്ന്. പരിശുദ്ധാത്മാവ് മാടപ്പിറാവിൻ്റെ രൂപത്തിൽ ചിറകടിച്ച് ഇറങ്ങി വരുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സ്പർശനവും ദൈവത്തിൻ്റെ ശക്തിയും നമ്മുടെ മേൽ ഉണ്ടാകുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇതാ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അങ്ങോട്ട് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അതേപോലെ ഓരോ ശുശ്രൂഷകളും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ ബലം അത്ഭുതകരമായിട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ യു ഷുഡ് എക്സ്പീരിയൻസ്. നമുക്ക് ജീവിതത്തിലെ ഓരോ ഈശോയെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശോയെ അവർ കൊണ്ടുവന്ന് ഗലീലി തീരത്തേക്കായിരുന്നു. പക്ഷെ പരിശുദ്ധനെ ബലപ്പെടുത്തുന്നതാണ്. ജീവിതത്തിൻ്റെ സഹനങ്ങൾ ഓരോന്നും കരുത്തു പകരുന്നതാണ്. ജീവിതത്തിലുണ്ടാകുന്ന നൊമ്പരങ്ങളും ദുഃഖങ്ങളുമൊക്കെ നിന്നെ സുഖപ്പെടുത്തുന്നതാണെന്ന്. പലപ്പോഴും മുറിവുകൾ നമ്മളെ രോഗിയാക്കുക. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുറിവുകളും നമ്മുടെ വേദനകളുമൊക്കെ നമ്മളെ സുഖമുള്ളവനാക്കി മാറ്റുന്നതാണെന്ന്. ജീവിതത്തിലുണ്ടായ കുറവുകളും വിഷമങ്ങളും പോരായ്മകളുമൊക്കെ നമ്മളെ ബലഹീനരാക്കുമല്ല, നമ്മളെ കരുത്തുള്ളവരാക്കുവാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരിക. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിച്ചുകൂടി. നോക്കിയേ, ഇസ്രായേൽ മക്കളെ പോലെ, അല്ലെങ്കിൽ മോശ മലമുകളിൽ കയറിയതുപോലെ ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞതുപോലെ ഇതാ ഈശോ മരുഭൂമിയിലെ യഹൂദജനത്തിൻ്റെ ആത്മീയ രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെട്ടത്, ദൈവസാന്നിധ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ടത് അത് മരുഭൂമി വെച്ചാണ്. കുഞ്ഞ്, നിന്റെ സഹനവും നിന്റെ വേദനകളും നിന്റെ വിഷമങ്ങളും അതുമൊക്കെ ദൈവത്തിൻ്റെ വെളിപ്പെടലാണ്. പരിശുദ്ധാത്മാവ് കിട്ടിയ നിനക്ക് അതിജീവിക്കാൻ കഴിയാത്ത, മറികടക്കാൻ പറ്റാത്ത ഒന്നുമില്ല.
ഓ കർത്താവെ, വിശുദ്ധകരം നീട്ടണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിരന്തരം മുന്നോട്ട് നീങ്ങുവാൻ, ചിറകടിച്ചുയരുവാൻ, വലിയ സാഗരങ്ങൾ നീന്തിക്കയറുവാൻ, വലിയ കൊടുമുടികൾ ചവിട്ടിക്കയറുവാൻ ഓ കർത്താവെ അഭിഷേകം നൽകണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, യുവതി യുവാക്കന്മാർ, ജീവിതത്തിൽ എങ്ങും എത്താത്തവർ, വിദ്യാർത്ഥികൾ, പരീക്ഷകൾ എഴുതുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ